കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒരു PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ്, ഒരു മോനേ ഉള്ളൂ, അമ്മയാണ് വളർത്തുന്നത്, അമ്മയ്ക്ക് ചെറിയൊരു സർക്കാർ ജോലിയുണ്ട്. പക്ഷേ എങ്കിൽ പുള്ളിക്കാരൻ അദ്ദേഹം അറിയാത്ത രീതിയിൽ അദ്ദേഹത്തിന് അപവാദങ്ങൾ കേൾക്കുകയാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് എൻ്റെ അടുക്ക പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞാൻ ഒരു തെറ്റിനും പോകുന്നില്ല, അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാം അപവാദമാണ്. അത് ചില സ്ത്രീകൾക്കുള്ളതാണ്, ചില പുരുഷന്മാരെ കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞ് വരുന്ന നടക്കുന്നത്. ചില പുരുഷന്മാർക്കുള്ളതാണ്. സ്ത്രീയുടെ സ്വഭാവമുള്ള പുരുഷന്മാരുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. സന്ധ്യയ്ക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ജംഗ്ഷനിൽ നിൽക്കുക, മറ്റുള്ളവരുടെ നീക്കുക, മറ്റുള്ളവരുടെ കുറ്റം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരിങ്ങനെയാണ്, ഇവരിങ്ങനെ, എന്ത് നന്നാവുന്നതിൻ്റെ ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൻ്റെ ആയിരിക്കും, എന്തെങ്കിലും അവർക്കൊരു വിഷയം വേണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം എൻ്റെ അടുക്ക് പറഞ്ഞു, ഈ 2019 എനിക്ക് അപവാദം കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഈ 2019 അപവാദം അറിയാതെയും കേൾക്കാനുള്ള സാധ്യതയുള്ള ചില നക്ഷത്രക്കാരുണ്ട്. കണ്ടകശിനിയുള്ളവർ പ്രത്യേകം സൂക്ഷിക്കുക. തിരുവാതിര നക്ഷത്രത്തിന് അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ശിവനെയും ശാസ്താവിനെയും ഒക്കെ പ്രസാദിപ്പിക്കുക. ഉടറ നക്ഷത്രം അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. പൂയ നക്ഷത്രത്തിന് വരാനുള്ള, നല്ല രീതിയിൽ വരാനുള്ള സാധ്യതാവസ്ഥ കൂടുതലാണ് ഈ 2019. അതുപോലെ ഉത്തര നക്ഷത്രത്തിന്, അത്ത നക്ഷത്രത്തിന്, അതുപോലെ അനിഴ നക്ഷത്രത്തിന്, തൃക്കേട്ട നക്ഷത്രത്തിന്, ചോതി നക്ഷത്രത്തിന്, മൂല നക്ഷത്രത്തിന്, പൂരാട നക്ഷത്രത്തിന്, തിരുവോണ നക്ഷത്രത്തിന്, ഔട്ട നക്ഷത്രത്തിന്, രേവതി നക്ഷത്രത്തിന്, ഉത്രട്ടാ നക്ഷത്രത്തിന്, അതുപോലെ ഭരണി നക്ഷത്രത്തിന്, രോഹിണിക്കും അതുപോലെ വരാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ അപവാദാരോപണമെങ്കിൽ എല്ലാവർക്കും ഈ അപവാദം കേൾക്കുക. ചിലരൊന്നും സത്യസന്ധമായിട്ടുള്ള അപവാദങ്ങളൊന്നുമല്ല കേൾക്കുന്നതെന്നറിയാം. വെറുതെ ഈ അപവാദം ഉള്ളവർ തന്നെയാണ് മറ്റുള്ളവരെ അപവാദപ്പെടുന്നത്. എല്ലാ കുറ്റങ്ങളും നിറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരെക്കുറിച്ചും ഓരോന്ന് പറഞ്ഞ് എന്തിനാ അങ്ങനെ പറയുന്നത്? ഒരു സുഖം, മനസ്സിൻ്റെ ഒരു സുഖം, അതിന് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഓരോ മുക്കിന് ന്യൂസ് പേപ്പറുകളുണ്ട്. എങ്ങും വായിക്കാനോ എടുക്കാനോ ഒന്നും പോകണ്ട. നാട്ടിലെ കാര്യം അറിയണമെങ്കിൽ ജംഗ്ഷൻ ചെന്ന് നിന്നാൽ മതി. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇന്ന് സ്വന്തം കുടുംബത്തിൻ്റെ അപവാദം ആരോടും അത് അറിയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സ്ത്രീകളുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആഠ്യതയുള്ള തറവാട്ടിലൊക്കെ പറഞ്ഞ ചില സ്ത്രീകളുണ്ട്. വെറും മോശമായിട്ട് ഉള്ള അവസ്ഥാന്തരത്തിൽ, വെറും എന്താ പറയുക, ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥാന്തരത്തിൽ ആൾക്കാരെക്കുറിച്ച്, ഒരാളെക്കുറിച്ച് ഇവിടെ വെച്ച് പറയും, അടുത്ത ആളെക്കുറിച്ച് മറ്റൊരിടത്ത് വെച്ച് പറയും, അടുത്ത ആളെക്കുറിച്ച് മറ്റൊരിടത്ത്. ഇവർക്കറിയാം, ഇവർക്ക് തന്നെ അറിയാം ചുമ്മാതെ പറയുന്നതെന്നുള്ളത്. പക്ഷെ മറ്റുള്ളവർ പുതിയതായിട്ട് വരുന്ന ഒരാളോട് പറഞ്ഞാൽ അത് അവർ വിശ്വസിക്കും, ആളിനെ അറിയാത്തൊരാൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നക്ഷത്രക്കാർക്കൊക്കെ 2019 വളരെയധികം സൂക്ഷിക്കുക. ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ശാസ്താവിനെ പ്രസാദിപ്പിക്കുക, ശബരിമല ദർശനം നടത്തുക, നെയ്യഭിഷേകം കഴിപ്പിക്കുക. ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ സംവാദ സൂക്ത അർച്ചനകളൊക്കെ നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കുറേയൊക്കെ മാറി കിട്ടാനായിട്ട്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് കണ്ടാൽ ഭാവിയിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.